നിന്നു. പണ്ട് പാലാഴി മഥനവേളയില് സമുദ്രത്തിലേക്ക് താണു പോയിട്ടുള്ള ആ മന്ദരഗിരിനെ കൂർമ്മമായിട്ട് അവതരിച്ചിട്ട് തൻ്റെ മുതുകിൽ ചുമന്നിട്ട് പൊങ്ങിയതാണ് ആ ഭഗവാൻ. ആ ഭഗവാന് ഈ ഗോവർദ്ധനോദ്ധാരണം എന്നത് ഒരു ചെറിയ കളി മാത്രമായിരുന്നു, ചെറിയൊരു വിനോദമായിരുന്നു. ഇങ്ങനെ 7 ദിവസവും അതിഘോരമായിട്ട് വർഷിച്ചിട്ടും വൃന്ദാവനവാസികൾക്കോ അല്ലെങ്കിൽ അവരുടെ പശുക്കൾക്കോ യാതൊരു വിഷമവും സംഭവിച്ചില്ല. ഗോപന്മാരും ഗോപസ്ത്രീകളും കുട്ടികളും പശുക്കളും എല്ലാവരും ആ പർവ്വതത്തിന്റെ അടിയിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ആഹാരത്തിനായിട്ട് ഗോപന്മാര് പശുക്കളുടെ പാൽ ഉപയോഗിച്ചു. നല്ല മഴയാണെങ്കിലും പശുക്കൾക്ക് പുറത്തിറങ്ങി പുല്ല് തിന്നാൻ സാധിച്ചു. എന്നിട്ട് തിരിച്ച് ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിൽ വന്ന് വിശ്രമിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു അല്ലലും അവിടെ ഉണ്ടായില്ല. ഈ മകന്റെ നിൽപ്പ് കണ്ടിട്ട് യശോദ